പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇന്ന് മെയ് 3 പത്രസ്വാതന്ത്ര്യ ദിനം. പണത്തിനും പ്രലോഭനങ്ങൾക്കും വശപ്പെട്ട് വാർത്തകൾ വളച്ചൊടിക്കാത്ത നല്ലവരായ പത്രലേഖകർക്ക് ആശംസകളോടെ ഒരു കഥ കേൾക്കാം. പത്രധർമ്മം. നിക്കടാ അവിടെ, ആരോ ഫോട്ടോ എടുത്തു. ഗണ്ടൻ കണ്ടാമൃഗം അലറി. നാശം, ഏതെങ്കിലും പത്രക്കാരാവാതിരുന്നാൽ മതി. വമ്പൻ കാട്ടുപോത്ത് ഭയത്തോടെ പറഞ്ഞു. അയ്യോ, അവരറിഞ്ഞാൽ നാളത്തെ പത്രത്തിൽ വരും. കാട് മുഴുവനും നമ്മുടെ രഹസ്യം മനസ്സിലാക്കും. ശുക്രൻ കുറുക്കന് പേടിയായി. നമ്മുടെ കൂട്ടാളികളെ വിട്ട് ഇന്ന് തന്നെ സകല ഫോട്ടോഗ്രാഫർമാരെയും പത്രലേഖകരെയും പരിശോധിക്കണം. ഗർജൻ സിംഹം അലറി. ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവനാവും. ജനു വനമാലി. ചീരൻ പുലിക്ക് സംശയമുണ്ടായില്ല. ഗണ്ടൻ കണ്ടാമൃഗവും ഗർജൻ സിംഹവും ചേർന്ന് കാട് മുഴുവനും കൊള്ളയടിക്കുകയാണ്. പാറകളും മണലും എല്ലാം അവർ വിദേശ വനരാജ്യത്തേക്ക് കടത്തുന്നു. സാധുമൃഗങ്ങൾ അവരെ ഭയന്ന് ആ വഴി വരാറില്ല. വനപാലകർക്കും ഭയമാണ്. ചിലർ അപ്പപ്പോൾ കിട്ടുന്ന വാർത്തകൾ പ്രധാന വനപത്രലേഖകരെ അറിയിക്കാറുണ്ട്. തെളിവില്ലാത്തതിനാൽ അവയൊന്നും വാർത്തയാകാറില്ല. സാമാന്യ ബോധമില്ലാത്ത ചില റീൽസ് ലേഖകര് അവിടെ എത്തി. റീലൻ കുറുക്കനും ഇൻസ്റ്റന്റ് ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന കോലൻ ചെന്നായിയും വന്നു. അവർ മാഫിയയുടെ പിടിയിലായി. ഇവരാണെങ്കിൽ സാരമില്ല, ഇവരിടുന്ന റീലുകൾ ആരും വിശ്വസിക്കില്ല. എങ്കിലും സൂക്ഷിക്കണം. ഇവരുടെ ഉപകരണങ്ങളെല്ലാം നശിപ്പിക്കണം. അവരുടെ ഉപകരണങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു. രഹസ്യം പുറത്താവില്ല എന്ന സമാധാനത്തോടെ അവർ ചെയ്തികൾ തുടർന്നു. സംശയം തീരാതെ മാഫിയയുടെ ശിങ്കിടികൾ പ്രസ് ക്ലബിലെത്തി. വെറുതെ ഞങ്ങളുടെ വാർത്തയോ ചിത്രമോ കൊടുത്ത് തടി കേടാക്കണ്ട. വാർത്ത പുറത്തു പോയാൽ ഒരൊറ്റ എണ്ണം ബാക്കിയുണ്ടാവില്ല. മര്യാദയ്ക്കാണെങ്കിൽ നിങ്ങൾക്കുള്ള വീതം കൃത്യമായി എത്തും. ലേഖകർ മറുപടി നൽകിയില്ല. പക്ഷേ അവരുടെ അഭിമാനം വ്രണപ്പെട്ടു. നമ്മുടെ വനത്തിൽ നടക്കുന്ന ഈ അക്രമം പുറം ലോകത്തെ അറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ പത്രലേഖകരാണെന്ന് പറയാൻ നാണമാവില്ലേ? ചിപ്പു അണ്ണാന് കോപം വന്നു. എല്ലാവരും ഒറ്റക്കെട്ടാണെങ്കിൽ ഞാൻ തയ്യാർ. ലംബുമാൻ അവരെ പിന്തുണച്ചു. അതിനെന്താ സംശയം, നമ്മളെന്നും എല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടല്ലേ? ലോങ്ങൻ ജിറാഫ് പറഞ്ഞു. എങ്കിൽ ജനുവിനെ വിളിക്ക്. വനസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും വിവരമറിയിക്കണം, മൃഗേഷ് കുമാർ പറഞ്ഞു. അതീവ രഹസ്യമായി അവർ വിവരശേഖരണം നടത്തി. ഇരുചെവി അറിയാതെ വനപത്രലേഖകരും ജനുവും ചേർന്ന് ചിത്രങ്ങളും വാർത്തകളും തയ്യാറാക്കി. അടുത്ത ദിവസം എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും പ്രധാന വാർത്ത: വനമാഫിയ പിടിയിൽ. പണത്തിനും പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ ആർക്കും കണ്ടെത്താനാവാത്ത വനമാഫിയ രഹസ്യങ്ങൾ പുറം ലോകത്തെ അറിയിച്ച പത്രലേഖകർക്ക് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അഭിനന്ദനങ്ങൾ ചൊരിഞ്ഞു.